നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീന സെമി ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞു. ക്വാർട്ടർ ഫൈനലിൽ അവർ ഇക്കഡോറിന് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണല്ലോ വീഴ്ത്തിയത്. കളി 90 മിനിറ്റ് കഴിയുമ്പോൾ 1-1 സമനിലയായിരുന്നു. പിന്നെ ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസിന്റെ മികവിൽ അർജന്റീന 4-2 വിജയിച്ചു കയറി. അപ്പോൾ ഈ കളിയിലെ പ്ലെയർ റേറ്റിംഗിലേക്ക് പോവുകയാണ്. അർജന്റീനയുടെ റേറ്റിംഗിലേക്ക് പോകുന്നു. ഈ റേറ്റിംഗ് നമ്മൾ എടുക്കുന്നത് അർജന്റീൻ മാധ്യമത്തിന്റെ റേറ്റിംഗ് ആണ്. TYC സ്പോർട്സ് നൽകുന്ന റേറ്റിംഗ് ആണ്. അപ്പോൾ അവരെങ്ങനെ കളി വിലയിരുത്തുന്നു എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗോൾ കീപ്പർ എമി മാർട്ടിനസിന് 10-ൽ 10. ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. കാരണം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം ഷൂട്ടൗട്ടിൽ നടത്തിയത്. സോ നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അവരിപ്പോൾ വിശേഷിപ്പിക്കുന്നതും. എന്തായാലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരിക്കൽ കൂടി എമിയുടെ മികവ്. ഷൂട്ടൗട്ടിൽ എമി ഒരു ഏലിയനാണ് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അർജന്റീനക്കാർക്ക് അങ്ങനെ പറയാം. കാരണം അതാണ് എമിയുടെ ഷൂട്ടൗട്ടിലെ ഇതുവരെയുള്ള റെക്കോർഡ്. അർജന്റീനയ്ക്ക് വേണ്ടി 4 തവണ അദ്ദേഹം ഷൂട്ടൗട്ടിൽ ഗോൾ കീപ്പറായിട്ട് നിന്നിട്ട് 4 അർജന്റീന വിജയിച്ചായിരുന്നു. ഏത് സമ്മർദ്ദ ഘട്ടത്തിലും അദ്ദേഹം ഷൂട്ടൗട്ടിൽ പുലിയാണ്. അത് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ അങ്ങനെയല്ലേ സംഭവിച്ചത്. അർജന്റീന ലോക ജേതാക്കളായത് അദ്ദേഹത്തിൻ്റെ ഈ ഷൂട്ടൗട്ടിലെ പെനാൽറ്റി സേവിങ് മികവിൽ തന്നെയാണെന്ന കാര്യം ഓർക്കുക. ഇനി അർജന്റീനയുടെ മറ്റു താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ നാഹുൽ മൊളീനയ്ക്ക് അവർ കൊടുക്കുന്നത് 4 റേറ്റിംഗ് ആണ്. ദെൻ അദ്ദേഹത്തിന് സർമിയൻ്റെയുമായി ചില ബാഡ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത്ര മികവിലേക്ക് പോകാൻ പറ്റിയില്ല എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ക്രിസ്ത്യൻ റൊമേറോക്ക് 6 ആണ്. ഒരിക്കൽ കൂടി അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻ്റർഫിയറൻസുകളും മറ്റുമൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് നടത്തി എന്നാണ് അവർ വിലയിരുത്തുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസ് അദ്ദേഹത്തിൻ്റെ ഗോളിൽ വന്നു. അർജന്റീനയ്ക്ക് ലീഡ് നേടിക്കൊടുത്ത ഗോൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹം ചില ഘട്ടങ്ങളിൽ കുറച്ചുകൂടി റിസ്ക് എടുക്കുന്നു എന്നുകൂടി ഇവർ നിരീക്ഷിച്ച് വെക്കുന്നുണ്ട്. എന്തായാലും ലിസാൻഡ്രോ മാർട്ടിനസിന് നൽകുന്ന റേറ്റിംഗ് 6 ആണ്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ മോശമല്ലാത്ത പെർഫോമൻസ് അദ്ദേഹം ഈ കളിയിൽ നടത്തുകയുണ്ടായി. സോ സേഫ് ഇൻ ഡിഫെൻസ്, അതാണ് ഈ കളിയിൽ അദ്ദേഹം എടുത്ത അപ്രോച്ച്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം സ്റ്റെപ്പിംഗ് അപ്പ് നടത്തിയിട്ടുമുണ്ട്. 6 ആണ് അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ്. റോദ്രിഗോ ഡി പോൾ 6 ആണ്. മത്സരത്തിൽ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹം ചില മൊമെൻറ്റുകളിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ 6 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ്. അലക്സിസ് മാക്കലിസ്റ്റർ, സോ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അർജന്റീനയുടെ വേസ്റ്റ് മൊമെൻറ്റ് ഈ കളിയിൽ ചില ഘട്ടങ്ങളിൽ അവർ സഫർ ചെയ്ത ഘട്ടത്തിൽ പോലും അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നാണ് അവർ നിരീക്ഷിക്കുന്നത്. പിന്നെ ലിസാൻഡ്രോയുടെ ഗോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന കൂടി ഉണ്ടായിരുന്നു. ദെൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 7 ആണ്. എൻസോ ഫെർണാണ്ടസ് 6 ആണ്. സോ അദ്ദേഹം എറാറ്റിക് ആയിരുന്നു ചില ഘട്ടങ്ങളിൽ. ബട്ട് ഓൾസോ ഓപ്പണൻസിൻ്റെ ഏരിയകളിൽ അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ട് ഗോൾ അടിക്കാനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ചില ഘട്ടങ്ങളിൽ അദ്ദേഹം എറാറ്റിക്കാണ്. ചില അവസരങ്ങൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മറ്റ് ദിവസങ്ങളിൽ അദ്ദേഹം കളിച്ച പോലെ അത്ര മികവിലില്ല എങ്കിലും അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് 6 ആണ്. ലിയോ മെസ്സി, ഒബിയസ്ലി അദ്ദേഹം ഇന്ന് അത്ര മികവിലായിരുന്നില്ല. പക്ഷേ ഗോളിലേക്ക് വഴിവെച്ച ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന ഉണ്ടായിരുന്നു. സോ ആ കോർണറൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്രയധികം ബോൾ ടച്ച് ചെയ്തിട്ടില്ല, അത്രയധികം മികവിൽ കളിച്ചിട്ടില്ല, അത്രയധികം അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നില്ല എന്ന തോന്നലുണ്ട്. പിന്നെ പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് 6 റേറ്റിംഗ് കൊടുക്കുന്നു TYC സ്പോർട്സ്. ലൗട്രോ മാർട്ടിനസ്, അദ്ദേഹം ഇന്ന് അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല കളിച്ചത്. ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഗോൾ അടിച്ച് കൂട്ടി വന്നതാണ്. ഒന്നും സ്പെഷ്യലായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാനുമില്ല. 5 ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. നിക്കോളാസ് ഗോൺസാലസ്, ഒരിക്കൽ കൂടി സ്കലോനി അദ്ദേഹത്തെ തന്നെ കളിപ്പിക്കുന്നു. അദ്ദേഹത്തെ അറ്റാക്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സ്കലോനിയുടെ ഒരു നീക്കം. ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് 6 ആണ്. ഹൂലിയൻ ആൽവാരസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വന്നത്. സോ അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിലെത്താൻ വന്നതിന് ശേഷം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പെനാൽറ്റി എക്സിക്യൂഷനും വളരെ മികച്ചതായിരുന്നു. സോ അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് ഒരു 6 ആണ്. പിന്നെ നിക്കോളാസ് ഓട്ടാമെൻഡി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെനാൽറ്റി അവസാന ഘട്ടത്തിലെ പെനാൽറ്റി ആരെടുക്കും
എന്നുള്ള തീരുമാനമൊക്കെ വന്ന സമയത്ത് അത് ഓട്ടോമാറ്റി അങ്ങ് തീരുമാനിച്ചിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞെടുത്തതാണ് എന്നൊക്കെ പിന്നെ സ്കലോനി പറയുകയുണ്ടായി. ഏതായാലും 6 അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ലോ ചെൽസോ വന്നിട്ടുണ്ട്, ഗോൺസാലോ മൊണ്ടയിലും കളിക്കളത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അധികം സമയമില്ലാത്തത് കൊണ്ട് അവർക്ക് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. ലയണൽ സ്കലോനി എന്ന കോച്ചിന് ഇപ്പം TYC സ്പോർട്സ് നൽകുന്ന റേറ്റിംഗ് 5 ഇതാണ് അർജന്റീൻ മാധ്യമത്തിൻ്റെ അർജന്റീൻ താരങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലും റേറ്റിംഗും. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിന് എത്താം.